Good morning. Good morning. Good morning, Miss. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ JCA എന്ന് പറയുന്ന ഭാഗമാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അതിൽ എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയ IEA അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ ഭാഗം അല്ലേ? അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓക്കെ. ആ IEA ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു. ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിരുന്നു. അതെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നോ മിസ്? പറഞ്ഞിരുന്നോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തേ? ഓക്കെ, ജസ്റ്റ് നമുക്ക് അതൊന്നും കൂടി ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ശരി. IEA റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം അല്ലെ, JCAക്ക് IEA നൽകുന്ന അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. IEA എക്സ്പാൻഡ് ഫോം നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ. അപ്പൊ ആ IEA എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ടും പഠിച്ചു. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? JCA അക്രഡിറ്റഡ് അല്ലെ. എന്തിന്റെ കീഴിലാണ് JCA അക്രഡിറ്റേഷൻ കിട്ടുന്നത്? എന്തിന്റെ കീഴിലാ? ഈ IEA അല്ലെ. ഓക്കെ, JCA is accredited by the International Society of Quality in Healthcare External Evaluation Association. ഈ IEA അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ IEA കീഴിലാണ് JCAക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നത്. The IEA provide a third-party external evaluation service ആണ്. ഇവിടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ കെയർ കൊടുക്കുന്ന സ്ഥാപനം ആയിക്കോട്ടെ, അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ കെയറുമായി ബന്ധപ്പെട്ട ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻസിനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പിംഗ് ബോഡികൾക്കും അറൌണ്ട് ദ ഗ്ലോബ് രാജ്യത്തുടനീളമുള്ള സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡികൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് മേഖലയിലും സോഷ്യൽ കെയർ മേഖലയിലും ഒക്കെയുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻസ്, ഇപ്പൊ നാവ് പോലുള്ള അങ്ങനെയുള്ള എക്സ്റ്റേണൽ, ഇപ്പൊ JCA പോലുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻസിനും ഒരു തേർഡ് പാർട്ടി, ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവാലുവേഷൻ, ഇത്തരം ബോഡികളുടെയും ഇത്തരം ഇവാലുവേഷൻ ഓർഗനൈസേഷൻസിന്റെയും ഇവാലുവേഷൻ നടത്താൻ വേണ്ടി ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഈ ഒരു സൊസൈറ്റിയാണ് IEA എന്ന് പറയുന്നത്. And IEA accreditation provides assurance that the standards, training and processes used by JCA meet the highest international benchmark for accreditation bodies. IEA എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടുന്ന JCAക്ക് കിട്ടുന്ന അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത് എന്തുറപ്പ് വരുത്തുന്നതാണ്, അല്ലെങ്കിൽ എന്തുറപ്പ് വരുത്തുമ്പോഴാണ് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക? എന്തുറപ്പ് വരുത്തുമ്പോഴാ? JCA പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ JCA ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ട്രെയിനിങ് പരിശീലനങ്ങളായിക്കോട്ടെ, പ്രക്രിയ പ്രോസസ്സുകൾ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങള് ആ അക്രഡിറ്റേഷൻ ബോഡിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ഇതിന് നിറവേറ്റുന്നുണ്ട് എന്നതിന്റെ ഒരു അഷുറൻസ് അല്ലെങ്കിൽ ഉറപ്പുവരുത്തലാണ് ഈ IEA നൽകുന്ന അക്രഡിറ്റേഷനിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ IEA എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ, ഇതാണ് അതിന്റെ എക്സ്പാൻഡ് ഫോം. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ IEA ആണ് JCAക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ JCAക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ JCAക്ക് അക്രഡിറ്റേഷൻ നൽകുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി ഇവാലുവേഷൻ, എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ് നടക്കുക. അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ കെയർ ഒക്കെ കൊടുക്കുന്ന
എന്താ സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡികൾക്കും അതുപോലെ നമ്മുടെ രാജ്യത്തുടനീളമുള്ള എന്താണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസിന് അംഗീകാരം കൊടുക്കും. തേർഡ് പാർട്ടി സ്കീമിൽ നിന്നൊരു മൂന്നാം കക്ഷി എന്ന നിലയിൽ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തി അംഗീകാരം കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിലൂടെ JCA അക്രഡിറ്റേഷൻ IEA നൽകാന്ന് പറഞ്ഞാല് JCA അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ്സും പ്രോസസ്സും ട്രെയിനിങ്ങും ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? IEA ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തതാണ് JCA ക്രെഡൻഷ്യൽസ്. JCA ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ JCAയുമായി ബന്ധപ്പെട്ട് JCAക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് യോഗ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, JCA received 4-year accreditation in 2011 from the International Society for Quality in Healthcare (SQA), and which shows that the processes and benchmarks used by JCA are of the highest international standard. എന്താ JCAക്ക് 2011 നമ്മുടെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ISQA നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ISQAയുടെ കീഴിൽ 2011 JCAക്ക് ഒരു 4 വർഷത്തെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പുതുക്കി തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് JCA അക്രഡിറ്റേഷൻ ഈ പറയുന്ന ISQA എന്നായിരിക്കും, അതിന്റെ കീഴിലുള്ള IEA എന്നായിരിക്കും, അങ്ങനെ എന്തിൽ നിന്നാണെങ്കിലും അതെന്താണ് സൂചിപ്പിക്കുന്നത്, shows that the processes and benchmarks used by JCA are of the highest international standard. എന്താ ആ JCA ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രക്രിയകളായിക്കോട്ടെ മാനദണ്ഡങ്ങളായിക്കോട്ടെ എല്ലാം ഒരു ഉയർന്ന നിലവാരത്തിലുള്ളത് അല്ലെ, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. ആണല്ലോ. Then the Joint Commission International, the Joint Commission and the World Health Organization collaborate together on the World Health Organization collaborative initiative dedicated to patient safety. അപ്പൊ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരികയുണ്ടായി. അത് ഡെഡിക്കേറ്റഡ് ടു പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സുരക്ഷ അല്ലെങ്കിൽ രോഗി സുരക്ഷയെ പ്രധാനമായിട്ടും നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ രോഗി സുരക്ഷയ്ക്ക് എന്താണ് സമർപ്പിച്ചിട്ടുള്ള ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആരംഭിക്കുകയുണ്ടായി. അതില് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലും ജോയിന്റ് കമ്മീഷനും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്തുകയും സഹകരണം ഉറപ്പിക്കുകയും ചെയ്യും. And a JCA accreditation is the most prestigious accreditation on a non-US hospital can get, and subsequently it is worth a lot to hospital that offer services to foreign patients. എന്താ ഒരു JCA നിന്ന് ഒരു ഹോസ്പിറ്റൽ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് അത് US ബേസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ US-ഏതരമായിട്ടുള്ള US-ലുള്ളതല്ലാത്ത മറ്റ് പുറമേ ഉള്ള രാജ്യത്തെ മറ്റു ഹോസ്പിറ്റലുകൾക്ക് ഇത് വളരെ മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള എന്താ വളരെയധികം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണെന്നാ പറയുന്നത്. അപ്പൊ ഇതിലൂടെ അതിന്റെ ഫലമായിട്ട് it worth a lot to the hospital that offer services to foreign patients. Foreign patientsനൊക്കെ അക്രഡിറ്റേഷൻ, ഇപ്പൊ ഫോറിൻ പേഷ്യൻസിനൊക്കെ അക്രഡിറ്റേഷൻ വഴി ഒരുപാട് സർവീസുകൾ പല സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫോറിൻ പേഷ്യൻസിനൊക്കെ സർവീസുകൾ കൊടുക്കുന്നതാണ് ഇവർ കൂടുതലും അത്തരത്തിലുള്ള സർവീസുകളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എന്താണ് JCAയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അംഗീകാരം ഇവർക്ക് വളരെ വിലമതിക്കാനാവാത്ത അല്ലെങ്കിൽ വളരെയധികം വിലപ്പെട്ടതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ JCA ക്രെഡൻഷ്യൽ എന്നതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. 2011 നിന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ അത് അണ്ടർലൈൻ ചെയ്തിട്ട് എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ISQAയിൽ നിന്നും JCAക്ക് 2011 4 വർഷത്തെ അംഗീകാരം കിട്ടിയിരുന്നു. ആ 4 വർഷത്തെ അംഗീകാരം അവർ ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അന്ന് അക്രഡിറ്റേഷൻ അവർക്ക് അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അതിലൂടെ JCAയിൽ നിന്ന് ഇപ്പൊ ISQAയിൽ നിന്നാണെങ്കിലും അതിന് കീഴിലുള്ള IEA നിന്നാണെങ്കിലും ഒക്കെ അംഗീകാരം JCAക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്, എന്താ അവരൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രക്രിയകളും മാനദണ്ഡങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ആ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാണ് അവര് എല്ലാ പ്രോസസ്സുകളും മാനദണ്ഡങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഇനി ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലും ജോയിന്റ് കമ്മീഷനും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൊളാബറേറ്റ് ചെയ്തതിലും സഹകരിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി,
രോഗിയുടെ സുരക്ഷയ്ക്ക് സമർപ്പിക്കുന്ന രീതിയിൽ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊളാബറേറ്റിംഗ് ഇനിഷ്യേറ്റീവ് ആരംഭിക്കുകയുണ്ടായി. അപ്പൊ അതിലൂടെ പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ സുരക്ഷയാണ് ഇവര് മുൻകൈ എടുത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ മുൻതൂക്കം നൽകുന്നത്. അതുപോലെ തന്നെ JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു US-ഏതര ഹോസ്പിറ്റൽ, US-ലുള്ള ഹോസ്പിറ്റൽ അല്ല, അതല്ലാതെയും എന്താണ് ഇത് US ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ US ബേസ്ഡ് അല്ലാത്തതായിട്ടുള്ള ഹോസ്പിറ്റലുകൾക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള JCIയിൽ നിന്ന് അംഗീകാരം കിട്ടുന്നത് വളരെയധികം വിലപ്പെട്ടതായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ്. അത് പ്രത്യേകിച്ച് ഫോറിൻ പേഷ്യൻസിനൊക്കെ സർവീസുകൾ ഓഫർ ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർക്ക് വളരെയധികം വിലമതിക്കാനാവാത്ത ഒരു അംഗീകാരമാണ് ഈ JCIയിൽ നിന്ന് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. ഒന്ന് വേഗം വായിച്ചു നോക്കി JCI ക്രെഡൻഷ്യൽസ്, അതിനുശേഷം നമുക്ക് അടുത്തത് പറയാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കണേ. IEA വായിക്കണം കേട്ടോ, അത് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. IEA ഈ JCI പ്രിവെൻഷൻ ഒന്ന് വായിച്ചു നോക്കണേ. വായിച്ചു കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അടുത്തത് JCIയുടെ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. JCI അക്രഡിറ്റേഷൻ, JCIയുടെ സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിപ്ലോമയിൽ അല്ലെ? ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പഠിച്ചില്ലായിരുന്നോ? ഇവിടെയും ഡീറ്റെയിൽ ആയിട്ടൊന്നും JCIയെ കുറിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഓരോന്നും നിങ്ങൾ ലാബ് പഠിച്ച പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് തന്നെ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് JCI സ്റ്റാൻഡേർഡ്സ്. The JCI accreditation processes focus on patient care and treatment as well as on the organization, management and clinical system. അപ്പൊ JCIയുടെ ഒരു അക്രഡിറ്റേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം, അതുപോലെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതോടൊപ്പം ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും അത് മറ്റ് ക്ലിനിക്കൽ സിസ്റ്റംസ്, ചികിത്സാപരമായിട്ടുള്ള മറ്റു സംവിധാനങ്ങളും, ഇത്രയും കാര്യങ്ങളിലാണ് JCI പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. JCIയുടെ അക്രഡിറ്റേഷൻ. JCI standards explain the assessment of the key functions of hospital and healthcare organization. അതുപോലെ തന്നെ ഈ JCIയുടെ സ്റ്റാൻഡേർഡ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്? അസസ്മെന്റ് ഓഫ് ദ കീ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ ആവാം അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ അല്ലേ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വഴി വിലയിരുത്തുന്നത് അല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തുന്നുണ്ട്. ഉണ്ടോ? അസസ്മെന്റ് നടത്തുന്നില്ലേ? അതിപ്പോ ഒരു ഹോസ്പിറ്റൽ ആവാം, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആവാം, അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള പ്രധാന പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാന പ്രവർത്തനങ്ങൾ, കീ ഫങ്ഷൻസ് ആണ് പറയേണ്ടത് കേട്ടോ. ഇൻക്ലൂഡ് മീറ്റിംഗ് ദ ഇന്റർനാഷണൽ ഗോൾസ് ഓഫ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? ഇപ്പൊ JCIയുടെ അക്രഡിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി രോഗിയുടെ സുരക്ഷ, ആ ഒരു ഇന്റർനാഷണൽ ഗോൾ കേട്ടോ, അന്താരാഷ്ട്ര നിലവാരത്തില് ആ ഒരു രോഗിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും.
നോക്കിയില്ലേ ഇല്ലേ? ദെൻ അസിസ്റ്റ് ടു കെയർ എന്താ ആ ഒരു പരിചരണത്തിലേക്കുള്ള ഒരു പ്രവേശനം. അതുപോലെ തന്നെ അസസ്മെന്റ് വിലയിരുത്തൽ നടത്തുക. കെയർ പ്രോസസ്സും എന്താ പരിചരണം കൊടുക്കുന്ന പ്രക്രിയകള്. ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഇൻഫെക്ഷനെ നിയന്ത്രിക്കുക, എഡ്യൂക്കേഷൻസ് നൽകുക, ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ഫെസിലിറ്റി മാനേജ്മെന്റ്, അവിടുത്തെ മറ്റ് ഫെസിലിറ്റീസ് സൗകര്യങ്ങളുടെ ഒരു മാനേജ്മെന്റ്. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇവയെല്ലാം അവരുടെ സ്റ്റാൻഡേർഡിൽ, ഈ JCA സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉപയോഗിച്ചുകൊണ്ട് അസസ്മെന്റ് നടത്തുന്നില്ലേ? നടത്തുന്നുണ്ടോ? ഇത്തരം സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ് രൂപീകരിച്ചിരിക്കുന്നത് അല്ലെ? ആണോ? അപ്പൊ അത്തരത്തില് സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആ സ്ഥാപനത്തിൽ അതൊരു ഹോസ്പിറ്റൽ ആവാം, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആവാം, അവിടുത്തെ എല്ലാ തരത്തിലുള്ള പ്രധാന പ്രവർത്തനങ്ങളും നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തുന്നുണ്ട്. ഇനി the JCA has a total of 6 accreditation program and 1 certification program. അപ്പൊ JCA പ്രധാനമായിട്ടും 6 accreditation programs ഉണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ആ ഒരു 8 accreditation ടൈപ്പുകൾ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചോ? ഇതിനു മുൻപ് നമ്മൾ പഠിച്ചില്ലേ? ഒരു 8 accreditationമായി ബന്ധപ്പെട്ട് നോക്കിയേ. ഇത് the types of health care programs are. Okay, അപ്പൊ അതില് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ഒരെണ്ണമായിട്ട് 6 എണ്ണം എന്ന് പറഞ്ഞത് ക്ലിയർ ആക്കി തരുന്നതാണ് കേട്ടോ മിസ്. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, അതില് ക്ലിനിക്കൽ ലാബ് അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അടുത്തതായിട്ട് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുന്നത് തന്നെയാട്ടോ. അതിൽ അവർ ഒറ്റ അക്രഡിറ്റേഷൻ പ്രോഗ്രാം ആയിട്ടാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനും അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലും അതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ. അക്കാഡമിക് പരമായിട്ടുള്ള ഇത് കൊടുക്കും മെഡിക്കൽ സെന്റർ പോലെയുള്ളവയും അതിന്റെ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ. അപ്പൊ അത് ഒരൊറ്റ സ്കീമിലാണ്, ഒറ്റ പ്രോഗ്രാമിലാണ് അവർ ഉൾപ്പെടുത്തുക. രണ്ടാമത്തത് ക്ലിനിക്കൽ ലാബ് അക്രഡിറ്റേഷൻസ്, ലബോറട്ടറീസുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി, അത് സെപ്പറേറ്റ് ആണ് മൂന്നാമതായിട്ട്. നാലാമതായിട്ട് വരുന്നത് ഇപ്പോ ഈ ഹോം കെയർ ഫെസിലിറ്റിയും ലോങ് ടേം കെയർ ഫെസിലിറ്റിയിലെ അതൊരൊറ്റ അക്രഡിറ്റേഷൻ ടൈപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് രണ്ടും ഹോം കെയർ ഫെസിലിറ്റി ആണെങ്കിലും ലോങ് ടൈം കെയർ ഫെസിലിറ്റി ആണെങ്കിലും ഒരെണ്ണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ സെപ്പറേറ്റ് ആണ്, പ്രൈമറി കെയർ സെന്റേഴ്സും സെപ്പറേറ്റ് ആണ്. അപ്പൊ മൊത്തം 6 എണ്ണായില്ലേ? അയ്യോ, അങ്ങനെ 6 ടൈപ്പ് ഓഫ് അക്രഡിറ്റേഷൻ ആണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും അയ്യോ മിസ് നമ്മൾ 8 എണ്ണം അല്ലേ പഠിച്ചേ എന്ന് തോന്നൂലേ? അത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞേനെ. പ്രൈമറി കെയർ സെന്റർ വരുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ഈ ഹോം കെയർ ഫെസിലിറ്റിയും ലോങ് ടേം കെയർ ഫെസിലിറ്റിയും ഒറ്റ അക്രഡിറ്റേഷൻ ഇതിന്റെ എന്താണ് പ്രോഗ്രാമിന് കീഴിലാണ് വരുന്നത്. അപ്പൊ 3 എണ്ണമായി കൂടെ തന്നെ. പിന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി നാലാമത്തത്. അഞ്ചാമത്തതാണ് ക്ലിനിക്കൽ ലാബ് അക്രഡിറ്റേഷൻ. ആറാമത്തതിൽ ഒരുമിച്ചാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനും അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലും ഒറ്റയ്ക്കായതുകൊണ്ട് അത് ഒരുമിച്ച് ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാമും 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും. അതായത് 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ കെയർ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയുമാണ് JCA മൊത്തത്തിൽ ചെയ്യുന്ന അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. Then the accreditation include hospital, ambulatory care, etc. അതൊക്കെയാണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് പോവാട്ടെ. ഇത് നിങ്ങൾ പഠിച്ച ഭാഗമാണ്, എളുപ്പമുള്ള ഭാഗമാണ്. നോക്കിയേ, JCA അക്രഡിറ്റേഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലൊക്കെയാണ്? പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ സംവിധാനങ്ങളും അവിടെയുള്ള ചികിത്സാപരമായിട്ടുള്ള സംവിധാനങ്ങളിലും ഇത്തരം കാര്യങ്ങളിലാണ് JCA അക്രഡിറ്റേഷൻ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ ഇവിടെ JCA സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്തിനെ വിശദീകരിക്കുന്നു? അവിടുത്തെ ആ ഒരു അസസ്മെന്റ് എന്താ?
ഹോസ്പിറ്റലായിക്കോട്ടെ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ വിലയിരുത്തലാണ് JCA സ്റ്റാൻഡേർഡിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു രോഗി സുരക്ഷ ഉറപ്പുവരുത്തുക, ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ പരിചരണത്തിലേക്കുള്ള പ്രവേശനം, വിലയിരുത്തല്, അതുപോലെ തന്നെ പരിചരണം കൊടുക്കുന്ന പ്രക്രിയ, ഇൻഫെക്ഷൻ കൺട്രോള്, എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പേഷ്യൻസ് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ്, സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ വരുന്നവയാണ്. ഇവയൊക്കെയാണ് ആ ഒരു JCA അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. JCA ടോട്ടൽ 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളാണുള്ളത്. 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ്. ആ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ 6 എണ്ണം ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. 1 അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ കെയർ പ്രോഗ്രാം സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളോ കാര്യങ്ങളോ വന്നാൽ അതിനുള്ള സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് അതിന് കീഴിൽ വരുന്നത്. Then the certification include hospitals, ambulatory care മുതലായിട്ടുള്ളവയെല്ലാം ഈ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമാകുന്ന ആ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. ഇവിടെ JCA അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ, ഇത് നിങ്ങൾ പഠിച്ചതാണ് ഡിപ്ലോമയില്. JCA അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ പഠിച്ചില്ലായിരുന്നോ? സ്റ്റാൻഡേർഡ്സ് പഠിച്ചില്ലായിരുന്നോ? JCA പഠിച്ചിരുന്നു. ഓക്കെ. അപ്പോ നിങ്ങൾ പഠിച്ചിരുന്നല്ലോ. അപ്പൊ ഇവിടെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? JCA കീഴിൽ വന്ന മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ശരി. ജസ്റ്റ് ഇതിന്റെ പേരുകളോ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ അതിന്റെ ഷോർട്ട് ഫോംസും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെ ഇവിടെയും നിങ്ങളൊന്ന് ഷോർട്ട് ഫോംസും എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അത്രയും മാത്രം മതി. അല്ലാതെ ഇതിൽ നിന്ന് ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണ് എന്നൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയും പഠിക്കാനുണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് JCA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അല്ലേ? ACC എന്താ? അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഇത് അങ്ങനെ തന്നെയല്ലേ അവിടെ പഠിച്ചിട്ടും, അല്ലെ? അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ACC കേട്ടോ. ദെൻ അടുത്തത് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, PFR, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അതുപോലെ തന്നെ അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്, AOP, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. ദെൻ അടുത്തത് കെയർ ഓഫ് പേഷ്യൻസ്, COP, അല്ലെ? കെയർ ഓഫ് പേഷ്യൻസ്. ദെൻ അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, ASC. അതുപോലെ തന്നെ മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, MMU. ദെൻ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, PFE, അല്ലെ? ഇത്രയും പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നവ ഏതൊക്കെയാണ്? ക്ലിയർ അല്ലേ? ഓൾറെഡി നിങ്ങൾ ആ ഒരു പേരും ഷോർട്ട് ഫോംസും ഒക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ, വേറെ ഒരു വ്യത്യാസമുണ്ട്. HIC ഉണ്ടായിരുന്നു അല്ലെ? അത് നമ്മൾ എല്ലാം ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ വരുന്നത്. ഇനി അടുത്തത് മാനേജ്മെന്റ് സെന്റേർഡ് ഒക്കെ ആണെന്ന് മനസ്സിലായിക്കോളും. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇതിൽ വരുന്നത് കൊണ്ടാണ്. മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെയാന്ന് നോക്കി. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, QPS. ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇൻ കേസ് ഷോർട്ട് ഫോം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അല്ലെങ്കിൽ ആൻസർ ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണേ. നോക്കിയേ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, QPS. Then prevention and control of infection, prevention and control of infection, PCI. Then അടുത്തത് governance, leadership and direction, GLD. Then facilities management and safety, FMS. Then skills and continued education, എന്താണ് സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ SQE ആണ് സാധാരണയായിട്ട് വരിക. സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻസ് മുതലായ കാര്യങ്ങളാണ്. അതായിരിക്കും നിങ്ങൾ ഓപ്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ?
അതല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പഠിച്ചിട്ടില്ലേ? ഒരു സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടില്ലേ? SQE പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ല? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാഫുകളുടെ സ്കിൽസും കണ്ടിന്യൂഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസും അവർക്ക് നൽകുക എന്നുള്ളത് കേട്ടോ. SQE തന്നെയാണ് ഇവിടെ പേര് ഫാമിലി കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന അവരുടെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുമാണ് കേട്ടോ. SQE എന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ അപ്പുറത്ത്. അല്ലെങ്കിൽ SQE എന്ന് എഴുതിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്നല്ലേ? മനസ്സിലേ? അപ്പൊ അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അടുത്തത് മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ കേട്ടോ. MCA മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മാറിപ്പോ. Access to care and continuity of care, ACC, patient and family rights, assessment of patient, care of patient, anesthesia and surgical care, medication management and use, patient and family education. ഇത്രയും patient centered സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ, ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ടിംഗ്, ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് കേട്ടോ. SQE തന്നെയാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. ഇത്രയും വരെ ഒന്ന് വേഗം വായിച്ചു നോക്കി. JCAയുടെ സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ഇവിടെ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കാം, ഇതിലുള്ള ടെക്സ്റ്റ് നോക്കാം കേട്ടോ. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. SQEയുടെ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി വെച്ചോട്ടോ. അത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കേട്ടോ. SQE തന്നെയാണ് ഇത് എന്നുള്ളതൊന്ന് എഴുതി വെച്ചോട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ച പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? വ്യത്യാസമുണ്ടോ? വേറെ JCAയുടെ സ്റ്റാൻഡേർഡ്സ് അത് അങ്ങനെ തന്നെയല്ലേ? പിന്നെ നിങ്ങൾ രണ്ടെണ്ണം എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടാവും. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഇല്ലേ? ലാസ്റ്റ് രണ്ടെണ്ണം പഠിച്ചിരുന്നു. MPEയും HRPയും. അത് ലാസ്റ്റ് നമ്മൾ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ അതുകൂടി ഉൾപ്പെടും എന്നുള്ളതാട്ടോ. ഇവിടെ സാധാരണ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പേഷ്യന്റ് സെന്റേർഡിലും മാനേജ്മെന്റ് സെന്റേർഡിലും വരുന്നത് കേട്ടോ. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ചു. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് JCA അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. നാബിന്റെ നമ്മൾ പഠിച്ചില്ലേ? അക്രഡിറ്റേഷൻ പ്രോസസ് പഠിച്ചില്ലേ? പഠിച്ചോ? അതുപോലെ തന്നെ JCA അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പൊ ഇതില് നാബിന്റെ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഇത് എളുപ്പമായിരിക്കും. ഓക്കെ, ഒരുപാട് റെഫറൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. JCA നാബ് പഠിച്ചതുപോലെ ഒരുപാട് ടേംസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. Okay, the first step in the accreditation process is to obtain a copy of the JCA standards and prepare for accreditation. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ്? അതായത് ഒരു അക്രഡിറ്റേഷൻ, JCA നിന്ന് ഒരു അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് JCA സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള ഒരു കോപ്പി ലഭ്യമാക്കുക എന്നുള്ളത് അല്ലെ. എപ്പോഴും ആ ഒരു JCA മാനദണ്ഡങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അവിടെ ഇംപ്ലിമെന്റ് ചെയ്താലല്ലേ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് JCA സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് അതിന്റെ ഒരു കോപ്പി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആൻഡ് പ്രിപ്പയർ ഫോർ അക്രഡിറ്റേഷൻ. അങ്ങനെ ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ ഇത്? ഒന്നാമത്തെ എന്താ പറഞ്ഞേ? JCA സ്റ്റാൻഡേർഡ്സിന്റെ കോപ്പി ലഭ്യമാക്കുക. അതിനുശേഷം അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾ നടത്തുക. ക്ലിയർ ആണോ? ഒന്നാമത്തെ ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ്. വൺസ് ആൻ ഓർഗനൈസേഷൻ ഈസ് റെഡി ടു അപ്ലൈ ഫോർ അക്രഡിറ്റേഷൻ. ഇനി ഒരു ഓർഗനൈസേഷൻ, അപ്പൊ നമുക്ക് ഇപ്പൊ JCA സ്റ്റാൻഡേർഡ്സ് കിട്ടി, അതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷന് റെഡി ആയെന്ന് വിചാരിക്കാം. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. മാനുവൽസ് സെറ്റ് ചെയ്തു, മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അപ്പൊ നമ്മൾ അതിന് വേണ്ടി റെഡി ആയി, അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി റെഡി ആയെങ്കിൽ they can participate in a trial survey as a means of experiencing a full JCA survey and highlighting any gaps in their organization. ഇവർക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ട്രയൽ സർവേയിൽ പങ്കെടുക്കാം. അങ്ങനെ ട്രയൽ സർവേയിൽ പങ്കെടുക്കുമ്പോൾ അവർക്കൊരു JCA ഫുൾ സർവേ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ട്രയൽ സർവേ, ആദ്യം ഒരു ട്രയൽ സർവേയിലാണ് ഇവർ പങ്കെടുക്കുക. അങ്ങനെ ആ ഒരു ട്രയൽ സർവേയിൽ പങ്കെടുത്ത് ആ JCA ഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ JCA സർവേ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഹൈലൈറ്റിംഗ് എനി ഗ്യാപ്സ് ഇൻ ദെയർ ഓർഗനൈസേഷൻ. അവരുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തായിരിക്കും? വിടവുകൾ അല്ലെങ്കിൽ പോരായ്മകള്. അപ്പൊ JCA ആ ഒരു ഓർഗനൈസേഷനെ ബേസ് JCA സർവേ നടത്തുമ്പോൾ എന്തൊക്കെ പോരായ്മകളാണ് ആ ഒരു ഓർഗനൈസേഷൻ ഉള്ളത് അത് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ, എടുത്തു കാണിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു ഫുൾ അക്രഡിറ്റേഷൻ സർവേ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർക്കൊരു ട്രയൽ സർവേയിൽ ആദ്യം തന്നെ പങ്കെടുക്കാം. Then the organization submit their application and schedule survey dates with JCA. ഇനി ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? JCA നമുക്ക് ഒരു അക്രഡിറ്റേഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ നാമിനോ അങ്ങനെയല്ലേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും അല്ലെ? അങ്ങനെ JCA ആ ഓർഗനൈസേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സബ്മിറ്റ് ചെയ്തതിനു ശേഷം JCA കൂടി ആലോചിച്ച് രണ്ട് കൂട്ടർക്കും ഓക്കെ ആയിട്ടുള്ളൊരു സർവേ ഡേറ്റും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. Then during the full survey, the JCA surveyor look back over the full survey, പൂർണ്ണമായിട്ടുള്ള സർവേ ചെയ്യുന്ന സമയത്ത് ആ സർവേ ചെയ്യുന്ന ഒരു JCA സർവേയർ എന്ന് പറയുന്നവര് എന്ത് ചെയ്യുന്നു? To look back over the 4-month period prior to start of the survey in order to judge performance over an adequate amount of time. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ല, നാബിന്റെ പറഞ്ഞില്ലേ, ഒരു 3 മാസമെങ്കിലും അവരുടെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇവിടെ JCA സർവേയേഴ്സും ഒരു 4 മാസം, അതായത് ഇവർ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്ത ദിവസം മുതലല്ല നോക്കുന്നത്, അതിനു മുൻപുള്ള ഒരു 4 മാസം മുൻപിലേക്ക് എന്ത് ചെയ്യുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കും. ആ 4 മാസം മുൻപ് തുടങ്ങി 4 months prior to the start of the survey, സർവേ നടത്തുന്നതിന്റെ 4 മാസം മുൻപുള്ള കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് നോക്കും JCA സർവേയർ. അങ്ങനെ നോക്കിയിട്ടാണ് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്.
Then, following the survey, the organization may need to carry out some follow-up activity. ആ സർവേ നടത്തിയതിനു ശേഷം ആ ഓർഗനൈസേഷൻ ആ സർവേയുടെ എന്താണ് റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ചില തുടർ പ്രവർത്തനങ്ങളൊക്കെ സർവേയുടെ ആ ഒരു സർവേ നടത്തിയതിനു ശേഷം ചില തുടർ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസും ചെയ്യേണ്ടതായിട്ടുണ്ട്. Following the end of the survey, the JCA decision on accreditation will be given. ആ ഒരു സർവേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അവസാനിപ്പിച്ചതിന് ശേഷം JCA എന്ത് ചെയ്യും? ഈ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിക്കും. വേണമെങ്കിൽ നമുക്ക് അക്രഡിറ്റേഷൻ നൽകാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടാമതും നിങ്ങൾ റീ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആ ഒരു കൃത്യമായ തീരുമാനം JCA സർവേ നടത്തിയതിന്റെ അവസാന ശേഷം എന്ത് ചെയ്യും? എടുക്കുകയും ചെയ്യും. അപ്പൊ ജസ്റ്റ് ഇത് പറഞ്ഞോളൂ, നമുക്ക് സ്റ്റെപ്പുകളായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? JCA സ്റ്റാൻഡേർഡ്സിന് ഒരു കോപ്പി ലഭ്യമാക്കുക, അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തുക. അതുപോലെ തന്നെ ഒരു JCA ഒരു ഓർഗനൈസേഷന് അപ്ലൈ ചെയ്യാനായിട്ട് റെഡിയായി അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ റെഡി ആയെങ്കിൽ ആദ്യം അവരൊരു ട്രയൽ ആയിട്ടുള്ള സർവേയിൽ പങ്കെടുക്കുകയും ഒരു ഫുൾ JCA അക്രഡിറ്റേഷൻ സർവേ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അതിനനുസരിച്ച് ആ ഓർഗനൈസേഷനിലെ ഗ്യാപ്പ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എടുത്തു കാട്ടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനൊക്കെ അതുവഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ അവരുടെ ആപ്ലിക്കേഷൻസ് ആ JCAക്ക് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം എന്നാണോ JCAയുമായി ബന്ധപ്പെട്ട് എന്താണ് ജോയിൻ ചെയ്തത് തീരുമാനിച്ച് ഒരു JCAയുടെ ആ ഒരു സർവേ ഡേറ്റും കൂടി ഷെഡ്യൂൾ ചെയ്യണം. അതുപോലെ തന്നെ ആ ഫുൾ സർവേ നടത്തുന്ന സമയത്ത് JCA സർവേവർ അവർ ആ ഒരു സർവേ നടത്തുന്നതിന് 4 മാസം മുൻപുള്ള കാര്യങ്ങൾ കൂടി വിലയിരുത്തുകയും ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു ടൈം പീരീഡിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർവേക്ക് നടത്തിയതിനു ശേഷം അവർ കുറച്ച് നടപടികൾ കൂടി ആ ഒരു എന്താണ് ഓർഗനൈസേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ സർവേയുടെ ഒക്കെ അവസാനമായിരിക്കും JCA എന്ത് തീരുമാനങ്ങൾ അറിയിക്കുക. ഈ അക്രഡിറ്റേഷൻ കൊടുക്കാവുന്നതാണോ അല്ലെങ്കിൽ ഒന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നത് ഈ സർവേയുടെ അവസാനമായിരിക്കും. ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോകട്ടെ. ഓക്കെ, വലിച്ചേക്കാം. ശരി, നെക്സ്റ്റ് ഈ ഒരു പ്രോസസ്സ് പറയാലോ? പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ ആ ഒരു പിക്ചറ് മിസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. പ്രൊജക്ട് ഫേസ് ആണ് ഇത്. JCAയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഫേസില് ഫസ്റ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിനുശേഷം ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനുശേഷം ചെക്ക് ആൻഡ് ആക്ട് അല്ലെ, പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് JCAയുടെ ആ ഒരു പ്രൊജക്ട് ഫേസ് വരുന്നത്. അതിൽ പ്ലാനിൽ വരുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുക, ട്രെയിനിങ് ആൻഡ് അവയർനെസ്, ഡോക്യുമെന്റേഷൻ. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന ടാസ്കുകളാണ് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്ലാൻ മാത്രം നോക്കാണ്ട് നമ്മൾ ആദ്യം ഇനിഷ്യേറ്റ്, ട്രെയിനിങ് ആൻഡ് അവയർനെസ്, ഡോക്യുമെന്റേഷൻ, ഇതാണ് ഇതിന് മൂന്നും പറയുന്നത്. അതിൽ ഇനിഷ്യേറ്റ് നോക്കിയേ, കൺസൾട്ടന്റ് ഗ്യാപ്പ് അനാലിസിസ് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മൾ ആ ഒരു JCAയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ JCAയുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർഗനൈസേഷൻ ഓക്കെ ആണോ, അതല്ല എങ്കിൽ എവിടെയൊക്കെയാണ് പോരായ്മകൾ ഉള്ളത്, ഇതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ പരിഹരിച്ചാലല്ലേ നമുക്ക് ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടി റെഡി ആയിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലെ? എല്ലാ തരത്തിലുള്ള പോരായ്മകളും പരിഹരിക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ അവർക്കുള്ള ന്യൂനതകളും പോരായ്മകളും ഒക്കെ എന്താണെന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും വേണം അല്ലെ? എന്നാലാണല്ലോ നമുക്ക് അക്രഡിറ്റേഷന് വേണ്ടി റെഡിയായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പോരായ്മകളും കാര്യങ്ങളും ഒരു കൺസൾട്ടന്റിനെ വെച്ച് അനാലിസിസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയാണ് ഇനിഷ്യേറ്റ് എന്നിട്ട് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഡെവലപ്പ് JCA സ്റ്റാൻഡേർഡ്സ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ്. എന്താ JCA സ്റ്റാൻഡേർഡ്സ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, JCA സ്റ്റാൻഡേർഡ്സ് അത് ലഭ്യമാക്കാന്നുള്ളത്. അങ്ങനെ JCA സ്റ്റാൻഡേർഡ്സ് ആ ഒരു റെഫറൻസ് ലിസ്റ്റ് പ്രകാരം മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ഇനിഷ്യേറ്റ് എന്ന് പറയുന്നതിൽ ചെയ്യുന്നത്. ഇനി ട്രെയിനിങ് ആൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ അവയർനെസ് ട്രെയിനിങ് ഫോർ കീ പ്രോസസ് ഓണേഴ്സ് ഓൺ JCA. എന്താ JCA പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രക്രിയാസ് ഉണ്ട് അല്ലെ, അതിനെ കുറിച്ച് ആ ഒരു JCAയുമായി ബന്ധപ്പെട്ട ആ ഒരു കീ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ആ ഒരു സ്ഥാപനത്തില് വെക്കേണ്ട പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ച് ഇപ്പൊ JCA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുക, ഒരു അവയർനെസ് ട്രെയിനിങ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് മാത്രമല്ല ഓണേഴ്സ് അവിടുത്തെ ഉടമസ്ഥർക്കും എന്ത് ചെയ്യുക, പ്രധാന പ്രക്രിയയെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒരു JCA അക്രഡിറ്റേഷൻ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചും മറ്റു പ്രധാന പ്രക്രിയകളെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുക, ഓണേഴ്സ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ, അവയർനെസ് അവബോധപരമായിട്ടുള്ള ഒരു പരിശീലനം നൽകുക. ദെൻ അടുത്തതാണ് ഡോക്യുമെന്റേഷൻ. Design and review JCA framework and all required levels of documentation. എന്താ ആ ഒരു ഡിസൈൻ ആൻഡ് റിവ്യൂ JCA ആ ഒരു ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് അവർ ആ ഒരു അക്രഡിറ്റേഷൻ വിലയിരുത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട റിക്വയർഡ് ലെവൽസ് ഓരോ ലെവലിലും ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നു, തയ്യാറാക്കിയിട്ടുള്ളവ റിവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അവലോകനം ചെയ്യുന്നു. Then a full set of documentation which covers JCA requirement. അതുപോലെ അതിനുശേഷം അവരൊരു ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ JCA ആവശ്യകതയ്ക്ക് അനുസൃതമായിട്ടുള്ള JCA അക്രഡിറ്റേഷൻ ആവശ്യകതയ്ക്ക് അനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള എ ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കുകയും ചെയ്യും. ഇത്രയുമാണ് പ്ലാനിൽ വരുന്നത്. പ്ലാനിൽ എന്തൊക്കെയുണ്ട്? ഇനിഷ്യേറ്റ്, ട്രെയിനിങ് ആൻഡ് അവയർനെസ്, ഡോക്യുമെന്റേഷൻ. അതിൽ ഇനിഷ്യേറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പോരായ്മകളും ന്യൂനതകളും എന്താണെന്ന് ഒരു കൺസൾട്ടന്റിനെ വെച്ച് അനാലിസിസ് ചെയ്യുന്നതാണ്. അത്തരം പോരായ്മകളും ന്യൂനതകളും പരിഹരിക്കുന്ന ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡെവലപ്പ് JCA സ്റ്റാൻഡേർഡ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ്. കൃത്യമായിട്ടുള്ള JCA സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ദെൻ ട്രെയിനിങ് ആൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആ ഒരു JCA പ്രധാനപ്പെട്ട പ്രക്രിയകളെ കുറിച്ച്, അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രധാന പ്രക്രിയകളെ കുറിച്ചും ആവശ്യകതകളെ കുറിച്ചും എല്ലാ ജീവനക്കാർക്കും എന്ത് ചെയ്യുന്നു, ഒരു അവയർനെസ് ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാല് JCA ആവശ്യപ്പെടുന്ന ഓരോ ലെവലിലെയും ഡോക്യുമെന്റേഷൻ ഏതൊക്കെയാണ് ആവശ്യം, JCA ആ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട മൊത്തത്തിലൊരു ചട്ടക്കൂട് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസൈൻ ചെയ്തു, അത് അവലോകനം നടത്തുന്നു. അതിനുശേഷം JCA ആ ഒരു അക്രഡിറ്റേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സിനും അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുകയും ചെയ്യും. ഇവിടെ വരെ ക്ലിയർ ആണോ? പ്ലാൻ എന്ന് പറയുന്ന ഫേസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. അടുത്തത് ഡു ആണ്. എന്താ? ഇംപ്ലിമെന്റേഷൻ, നടപ്പിലാക്കാണ്. ഇംപ്ലിമെന്റേഷൻ അസിസ്റ്റൻസ് ആൻഡ് എംപ്ലോയീസ് ബ്രീഫിംഗ്. എന്താ? ഇംപ്ലിമെന്റേഷൻ ആൻഡ് അസിസ്റ്റൻസ് ആൻഡ് എംപ്ലോയീസിന്റെ ബ്രീഫിംഗ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട അസിസ്റ്റൻസും എംപ്ലോയീസിന് കൃത്യമായിട്ട് അത് ബ്രീഫായിട്ട് എന്താണ് നമുക്ക് അവിടെ നടപ്പിലാക്കേണ്ടത് എംപ്ലോയീസിന് വ്യക്തമായിട്ട് അവിടുത്തെ ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അതിനുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം അത് അവിടെ നടപ്പിലാക്കുന്നു. അപ്ഡേറ്റ് JCA രജിസ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് റെക്കോർഡ്. അപ്പൊ അവിടെ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ JCAയുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ആവശ്യമായിട്ടുള്ള രജിസ്റ്ററുകളും റെക്കോർഡുകളും ഒക്കെ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. അത് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതിപ്പോൾ നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ്സിലും പറയാറുള്ളതാണ്. അവിടുത്തെ റെക്കോർഡുകളാണെങ്കിലും അതുപോലെ രജിസ്റ്റർ ആണെങ്കിലും കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അതവിടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ബ്രീഫിംഗ് വിശദീകരണങ്ങളും സഹായങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ അതവിടെ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുക. സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കുകയാണ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഡു എന്ന് പറയുന്ന ഫേസിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ ഫേസ് മനസ്സിലായോ? ഓക്കെ. അടുത്തത് ചെക്ക് ആൻഡ് ആക്ട്. എന്താ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത സാധനങ്ങൾ പ്രോപ്പർ ആയിട്ട് അവിടെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നാണ് അല്ലെ? അല്ലേ? ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവിടെ നടപ്പിലാകുന്നുണ്ടോ ഉറപ്പ്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെ നമ്മൾ ചെക്ക് ആൻഡ് ആക്ട് പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, അതില് കണ്ടക്ട് ഫസ്റ്റ്
ഓഡിറ്റ് ആൻഡ് MRR മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് എന്നാണ് കേട്ടോ. നമ്മളിവിടെ ഇപ്പുറത്ത് പറയുന്നുണ്ടേ. അപ്പൊ ആ ഒരു മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് അതുപോലെ തന്നെ ഓഡിറ്റുകൾ നടത്താം. നോക്കിയേ, കണ്ടക്ട് ഫസ്റ്റ് ഡേ ഇന്റർനാഷണൽ ഓഡിറ്റ്. എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്തു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ JCA എന്ത് ചെയ്യും? ആ ഒരു ആദ്യത്തെ ഇന്റർനാഷണൽ ഓഡിറ്റ് നടത്തും അല്ലെ? ഇവര് നടത്തിയിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, എല്ലാം നല്ല രീതിയിൽ നിറവേറ്റുന്നുണ്ടോ, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തും അല്ലെ? അതാണ് ഒന്നാമത്. രണ്ടാമത് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്. എന്താ MRF എന്ന് പറഞ്ഞ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ആ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ആ ഒരു റിവ്യൂ, അതായത് ഇവർ ഈ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ഓഡിറ്റ് നടത്തിയല്ലോ. അപ്പൊ ഓഡിറ്റ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഒരു റിവ്യൂ കിട്ടില്ലേ? ഒരു റിപ്പോർട്ട് കിട്ടില്ലേ? റിപ്പോർട്ട് കിട്ടില്ലേ? അപ്പൊ ആ ഒരു റിപ്പോർട്ടില് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ഒരു ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളിലുള്ള പോരായ്മകളോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ആ ഒരു അവലോകനം നടത്തുകയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അവലോകനം നടത്തി മീറ്റിംഗ് വെച്ച് അവലോകനം നടത്തുന്നത്. അതാണ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് അല്ലെങ്കിൽ MRM എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് ഫോം ഇപ്പോഴത്താണ് കൊടുത്തിരിക്കുന്നത്. അറിയാനില്ലെങ്കിൽ അതിന്റെ അടുത്തൊന്ന് എഴുതി വെച്ചോട്ടോ. MRM എന്നുള്ളത് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് ആണെന്നുള്ളത്. അപ്പൊ ആ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് നടത്തി അത് പരിഹരിക്കാനുള്ള, അതാണ് ചെക്ക് ആൻഡ് ആക്ട് എന്ന് പറയുന്നത്. പരിശോധിക്കുന്നു, അതിനുശേഷം തുടർ നടപടികൾ, അതായത് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത് ചെക്ക് ആൻഡ് ആക്ട് മനസ്സിലായോ? ഓക്കെ. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ JCA സർട്ടിഫിക്കേഷൻ ആണ് അല്ലെ? ലാസ്റ്റ് ഫേസിലെ JCA സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് the above cycle will be repeated twice till final JCA recertification audit based on the reviews and requirement. എന്താ? എപ്പോഴും ഈ ഒരു above cycle, നമ്മുടെ ആ ഒരു മുകളിലത്തെ സൈക്കിള് റിപ്പീറ്റഡ് ട്വൈസ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ട്വൈസ് till final JCA റീസർട്ടിഫിക്കേഷൻ. ഇപ്പൊ JCAക്ക് ഒരു റീസർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു പ്രാവശ്യം സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോകും. രണ്ടാമതൊരു റീസർട്ടിഫിക്കേഷൻ, പുനർ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇതേ സൈക്കിൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണ്ടേ? വേണം. ഒരു പ്രാവശ്യം നമ്മൾ ക്യാബിൽ പഠിച്ചത് അങ്ങനെയില്ലേ? ഒരു പ്രാവശ്യം ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോയി അല്ലെ? ഓക്കെ ആയി പോയി. അതിനുശേഷം സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റീസർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഇതേ പ്രോസസ്സുകൾ പിന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണ്ടേ? അവിടെ സർട്ടിഫിക്കേഷൻ കിട്ടിയതാണെന്ന് പറഞ്ഞ് അവിടെ പുതുക്കി നൽകുന്നില്ല അല്ലെ? പിന്നെയും ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് റീസർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഈ ഫുൾ JCA ആ ഒരു എന്താണ് സൈക്കിൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ ആ ഓഡിറ്റിനെ ബേസ് ചെയ്ത റിവ്യൂസും റിക്വയർമെന്റ്സും ഒക്കെ അനുസരിച്ച് റിവ്യൂ ചെയ്ത ഓഡിറ്റിനെ ബേസ് ചെയ്ത് ഒരു അവലോകനം ചെയ്ത് ആവശ്യകതകളൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കുന്നതിനനുസരിച്ചാണ് JCA സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് റീസർട്ടിഫിക്കേഷൻ, പുനർ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിലും ഇതേ പ്രോസസ്സിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വേണ്ടി വരും. ക്ലിയർ ആണോ? ആ ഒരു പിക്ചറും അത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് വേഗം നോക്കിക്കോട്ടെ. ഒന്ന് വായിച്ചു നോക്കണേ. അത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഒരിക്കലും ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ആ പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് JCA സർട്ടിഫിക്കേഷൻ, അതാണ് കേട്ടോ ആ ഒരു ഫേസസ് വരുന്നത് സർട്ടിഫിക്കേഷൻ കിട്ടാറുള്ളത്. MRM എന്താന്ന് മനസ്സിലായല്ലോ? മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് കേട്ടോ. അത് ഇവിടെ ഇപ്പോഴത്തെ കൊടുത്തിരിക്കുന്നത്. അറിയില്ലെങ്കിൽ നിങ്ങൾ ആ MRM എന്നുള്ളത് അതിന്റെ അടുത്തൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോട്ടെ മിസ്റ്റർ. നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റും ഇതുപോലെ ഒരു ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ ബോക്സ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ട്രെയിനിങ് തീരാറായി.
അപ്പോ ഇതില് 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മൾ JCA അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് പറഞ്ഞ പ്രോസസ്സുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ ടൈം പ്രയർ ടു ദ സർവേ ഇവിടെ കൊടുത്തിരിക്കുന്ന മന്ത് എന്ന് പറയുന്നതില്ലേ, നമ്മൾ സർവേ നടത്തുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ഒരു സർവേ നടത്തുന്ന ഡേറ്റിന് ഇത്ര മാസം മുൻപാണ് ഇത് ചെയ്യുക. അങ്ങനെ ഒരു ടൈമാണ്, മനസ്സിലാവുന്നു? ഇപ്പൊ നമ്മള് ഒരു സർവേ നടത്തുന്ന ഡേറ്റ് ഇന്നതായിട്ട് ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പൊ ആ ഒരു ദിവസത്തിന് മുൻപ് എത്ര മാസം മുൻപാണ് നമ്മൾ അവിടുത്തെ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതിനുശേഷം എത്ര മാസം മുൻപായിരിക്കും ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് എത്ര മാസത്തിന് മുൻപായിരിക്കും JCAയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നടത്തുക. അതുപോലെ തന്നെ സർവേ നടത്തുന്നതിന് മുൻപായിട്ടുള്ള സമയം, അതാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സർവേക്ക് 3 മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ സർവേക്ക് മുമ്പുള്ള 2 മാസം സർവേ ഡേറ്റ് ഇന്നതായിരിക്കും. സർവേക്ക് മുൻപ് 2 മാസത്തിന് മുൻപ് നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യാം. അതിന് ഒരു 4 മാസമോ 6 മാസം മുൻപോ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുക. അതിനു മുൻപ് 6 മുതൽ 9 മാസം വരെ ഇന്നതായിരിക്കും, 12 മുതൽ 24. അപ്പൊ സർവേക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 12-24 മാസം കൊണ്ടായിരിക്കും സർവേ നടത്താൻ പറ്റുക. മനസ്സിലായോ? അത്രയും ഗ്യാപ്പ് വരുന്നത് ആ ഒരു ടൈം പീരീഡ് വരുന്നുണ്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോ. മനസ്സിലായോ മക്കളെ? ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം പീരീഡ് എന്താന്നുള്ളത് മനസ്സിലായോ? സർവേ നടത്തുന്ന ഡേറ്റിന് മുൻപുള്ള സമയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അത്രയും മാസം എടുത്തല്ല ആ ഒരു പ്രോസസ്സ് നടത്തുന്നതെന്നല്ലാട്ടോ പറയുന്നത്. 12 മുതൽ 24 മാസം വരെയും ഈ ഒരു എന്താണ് ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അത്രയും സമയം എടുക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയും മാസം സർവേ ഡേറ്റിന് അത്രയും മാസം മുൻപായിരിക്കും ഈ പ്രക്രിയ നടക്കുക. മനസ്സിലായോ? അത് അങ്ങനെയൊന്ന് മനസ്സിലാക്കണേ. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും 12 to 24 months ആണോ, ആ ഒരു രീതിയിലും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാട്ടോ മിസ് പറഞ്ഞു തന്നത്. ഇവിടെ ജസ്റ്റ് ഒരെണ്ണം മിസ് പറഞ്ഞുതരാം. ഒപ്റ്റെയിൻ ഫസ്റ്റ് വൺ ആണ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ്സിൽ. ഫസ്റ്റ് വൺ ആണ് ഒപ്റ്റെയിൻ JCA മാനുവൽ ആൻഡ് ബിഗിൻ അക്രഡിറ്റേഷൻ പ്രോസസ്. അപ്പോ സർവേ ഡേറ്റിന് ഒരു 12 മുതൽ 24 മാസം മുൻപ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, JCA മാനുവൽ ലഭ്യമാക്കുന്നു. അതിന് പ്രകാരമുള്ള അക്രഡിറ്റേഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നു, ആരംഭിക്കുന്നു. അല്ലെ? ഇതെല്ലാത്തിലും നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ സർവേ. ഇപ്പൊ അത് ഉടനെ തന്നെ ഒരു JCA മാനുവൽ കൊണ്ടുവന്ന് ഉടനെ തന്നെ നമുക്കത് മനസ്സിലാക്കാനും അത് ആ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. കുറെ അധികം എന്താണ് പ്ലാനിങ്ങുകൾ നടത്താനുണ്ട്, കുറെ കാര്യങ്ങൾ മീറ്റിംഗ്സ് വെച്ച് ചർച്ച ചെയ്യാനുണ്ട്, അതിനനുസരിച്ച് ആളുകളെ നിയമിക്കാനുണ്ട്, അല്ലെ? അതുപോലെ പരിശീലനങ്ങളും അവയർനെസ്സുകളും കൊടുക്കാനുണ്ട്. അപ്പൊ കുറച്ച് മാസം എന്തായാലും അതിന് പോവില്ലേ? പോവും. അപ്പൊ ഒരു 12 മുതൽ 24 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സർവേ നടത്തുന്ന ഒരു 12 മുതൽ 24 മാസത്തിനുള്ളിലായിരിക്കും മേ ബി JCA ആ ഒരു മാനുവൽ ലഭ്യമാക്കുന്നത്. അക്രഡിറ്റേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനുശേഷം ആ ഒരു സർവേ നടത്തുന്ന ഒരു 6 മുതൽ 9 മാസത്തിനിടയിൽ നമ്മൾ അവിടെ കാരണം അതിന് മുൻപ് വരെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആക്കി. അത്രയും സമയം കൊണ്ട് നമ്മൾ ആ ഒരു എന്താണ് JCA മാനുവൽ പഠിച്ചു, സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് പഠിച്ചു, അതിനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അവയർനെസ്സും ഒക്കെ നമ്മുടെ സ്റ്റാഫുകൾക്ക് കിട്ടി. അതിനനുസരിച്ച് ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം റെഡി ആയി കഴിഞ്ഞപ്പോൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ സർവേ ടു JCA ആൻഡ് ഷെഡ്യൂൾ ദ സർവേ ഡേറ്റ് വിത്ത് JCA. എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സർവേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് എന്താണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതിനനുസരിച്ച് JCAയുമായി ആലോചിച്ച് ഒരു ഷെഡ്യൂൾ എന്താണ് സർവേ നടത്താനൊരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യും. ക്ലിയർ ആണോ? രണ്ടെണ്ണം മനസ്സിലായോ? ഓക്കെ. തേർഡ് വൺ കൂടി പറയാം കേട്ടോ. റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCA സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അവിടെ JCA സർവേ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർവേയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് ഇവർക്ക് ലഭ്യമാവും. അതായത് ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കിട്ടും. അവരുടെ ട്രാവൽ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. ട്രാവലുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ രാവിലെ പഠിച്ചിരുന്നില്ലേ, അങ്ങനെ ടീം വരുമ്പോ സർവേ ടീം വരുമ്പോ അവരുടെ എന്താണ് സ്റ്റേ ആയിക്കോട്ടെ മറ്റു ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഈ ഹോസ്പിറ്റലുകാരെ കൊടുക്കേണ്ടേ, അല്ലെ? അല്ലാതെ JCA അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുവോ?
ഇല്ല. അപ്പൊ അത്തരത്തിലെ ഒരു കോൺട്രാക്ട്, അതായത് ഇവര് തന്നെ മുൻകൈ എടുത്ത് ഇവര് തന്നെ പേയ്മെന്റും കാര്യങ്ങളും നടത്തി ഫീസ് അടച്ച് ആ സർവേ ടീമിനെ ഓൺ സൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന് സർവേ നടത്തിക്കൊള്ളാം എന്ന രീതിയിൽ ഒരു JCയിൽ നിന്നും ഒരു സർവേ കോൺട്രാക്ട് കിട്ടും. അത് പൂർത്തിയാണ് കംപ്ലീറ്റ് ഒരു JCയുടെ സർവേ കോൺട്രാക്ട് കിട്ടും. അതുപോലെ ട്രാവൽ ഇൻസ്ട്രക്ഷൻസും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് സർവേ നടത്തുന്ന ഡേറ്റിന് ഒരു 4 മുതൽ 6 മാസം മുൻപായിരിക്കും അവർക്ക് കിട്ടുക. ക്ലിയർ ആണോ? ഇവിടെ ഒരു ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും വരെ ഒന്ന് വായിച്ചിട്ട് വരണേ. ഓക്കെ, താങ്ക് യു.